പാകിസ്ഥാനിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിനെ പറ്റി വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ 100-നടുത്ത് പാക് ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഒരിക്കലും പ്രകോപനം സൃഷ്ടിക്കില്ല. എന്നാൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടമായ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു. യോഗത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. भारत एक मैच्योर डेमोक्रेसी है. ये चीज झलकता है कि कोई तू में नहीं हुआ, कोई छोटे छोटे बातों को लेकर के बयानबाजी नहीं हुआ और बाहर भी देश भर में पॉलिटिकल पार्टीज का स्टेटमेंट भी बहुत ही एक लाइन में आ रहे हैं. ये भी अच्छा चीज है जो हमको देखने को मिला है. പഹൽഗാമിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൊതുവെ ഇന്ത്യ സർക്കാരിൻ്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർവകക്ഷി യോഗത്തിലുണ്ടായത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നഡ്ഡ, കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും യോഗത്തിനെത്തി. ജനം, ഡൽഹി.